Radio Lime News Update. Brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. അടുത്ത മാസം അവതരിപ്പിക്കുന്ന ഓട്ടം ബഡ്ജറ്റിൽ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള കടുത്ത പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെ മോർഗേജ് നിരക്കുകൾ വർദ്ധിച്ചു തുടങ്ങി. ഫെബ്രുവരിക്ക് ശേഷം ആദ്യമായാണ് മോർഗേജ് നിരക്കുകൾ വർദ്ധിച്ചത്. നവംബറിലെ ബഡ്ജറ്റിൽ നികുതി വർധനവുകൾക്കുള്ള സാധ്യത മുൻനിർത്തിയാണ് ലെൻഡർമാർ ജാഗ്രത പുലർത്തുന്നത്. 8 മാസക്കാലത്തിനിടെ ആദ്യമായി ശരാശരി മോർഗേജ് നിരക്കുകൾ ഉയർന്നു തുടങ്ങിയത് ഇതിന്റെ സൂചനയാണ്. ഇത് മനസ്സിലാക്കിയാണ് സാമ്പത്തിക വിപണികളുടെയും നീക്കം. 5 വർഷത്തെ ഫിക്സഡ് മോർഗേജുകളിൽ കഴിഞ്ഞ മാസത്തിൽ നിന്നും 0.02% പോയിന്റ് വർധനവാണ് ശരാശരി ഉണ്ടായിരിക്കുന്നത്. ഫെബ്രുവരി മുതൽ താഴേക്ക് പോയ ശേഷമാണ് ഇത്. 2 വർഷത്തെ ശരാശരി ഫിക്സഡ് റേറ്റ് 4.98%-ലും 5.02%-ലും എത്തിയതായി മണി ഫാക്ട് റിപ്പോർട്ട് ചെയ്യുന്നു. 25 വർഷക്കാലം കൊണ്ട് തിരിച്ചടവ് നടത്തുന്ന 2 ലക്ഷം പൗണ്ട് മോർഗേജിന് പ്രതിമാസം 1172 പൗണ്ട് ചെലവാണ് വരുന്നത്. ബഡ്ജറ്റിന് മുൻപ് ജാഗ്രത സ്വീകരിക്കുന്നതിന്റെ ഭാഗമാണ് ഈ നീക്കമെന്ന് മോർഗേജ് വിദഗ്ധർ വ്യക്തമാക്കുന്നു. വരുന്ന ബഡ്ജറ്റിൽ ഹൌസിംഗ് വിപണിയെ സംബന്ധിച്ച് നിരവധി നികുതി മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയും പ്രധാനമാണ്. ചാൻസലർ ബഡ്ജറ്റ് സുപ്രധാനമായി മാറുകയും ചെയ്യും. കഴിഞ്ഞ ബഡ്ജറ്റ് കാര്യമായ വളർച്ച ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല തളർച്ച സമ്മാനിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ രൂപപ്പെട്ടത് 30 ബില്യൺ പൗണ്ടിന്റെ കമ്മിയാണ് എന്നും വാർത്തകൾ സൂചിപ്പിക്കുന്നു. ചൈൽഡ് ബെനിഫിറ്റ് ആനുകൂല്യങ്ങൾ 2 കുട്ടികളിൽ ഒതുക്കുന്ന 2 ചൈൽഡ് ബെനിഫിറ്റ് ക്യാപ് എടുത്തു കളയാൻ സർക്കാർ. ഇടതുപക്ഷ എംപിമാരിൽ നിന്നും റീഫോം യുകെയിൽ നിന്നും സമ്മർദ്ദമേറുന്ന സാഹചര്യത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി സർക്കാർ ശരിയായ നടപടികൾ കൈക്കൊള്ളുമെന്ന വിശ്വാസമുണ്ടെന്നായിരുന്നു എഡ്യൂക്കേഷൻ സെക്രട്ടറി ബ്രിജറ്റ് ഫിലിപ്സൺ പറഞ്ഞത്. വരുന്ന ശരത്കാല ബഡ്ജറ്റിൽ ഇത് നടപ്പിലാക്കിയാൽ പ്രതിവർഷം 3 ബില്യൺ പൗണ്ടിന്റെ ചെലവായിരിക്കും സർക്കാർ ഖജനാവിന് ഉണ്ടാവുക. 2 ചൈൽഡ് ബെനിഫിറ്റ് ക്യാപ് മൂലം മാതാപിതാക്കൾക്ക് 2017 ശേഷം ജനിച്ച 3ാമത്തെ കുട്ടിക്കായി യൂണിവേഴ്സൽ ക്രെഡിറ്റോ ചൈൽഡ് ടാക്സ് ക്രെഡിറ്റോ അവകാശപ്പെടാൻ കഴിയില്ല. അതിനു പകരമായി അധിക ബെനിഫിറ്റുകൾ 3-4 കുട്ടികൾക്കായി പരിമിതപ്പെടുത്താനാണ് റിവിഷന്റെ വകുപ്പ് ആലോചിക്കുന്നത്. അതിന് പകരമായി ആദ്യ കുട്ടിക്ക് പരമാവധി ആനുകൂല്യങ്ങളും പിന്നീടുള്ള കുട്ടിക്ക് കുറവ് ആനുകൂല്യങ്ങളുമായി ഒരു ടേപ്പർ സിസ്റ്റം കൊണ്ടുവരാനും പദ്ധതിയുണ്ട്. യൂണിവേഴ്സൽ ക്രെഡിറ്റിലുള്ള തൊഴിലെടുക്കുന്ന മാതാപിതാക്കൾക്കായി മാത്രം ക്യാപ് എടുത്തു കളയുന്ന കാര്യവും പരിഗണനയിലുണ്ട്. ഇത് കൂടുതൽ ആളുകളെ തൊഴിലേക്ക് ആകർഷിക്കാൻ സഹായിക്കുമെന്നാണ് ഈ നയത്തെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നത്. ധനക്കമ്മി നികത്തുന്നതിനായി നവംബർ 26 അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ പ്രധാനമായും ധനികരെയാകും ഉന്നം വയ്ക്കുക എന്നാണ് കരുതുന്നത്. പെൻഷൻ റിലീഫുകൾ എടുത്തു കളയുമെന്നും നികുതി നൽകുന്നതിനുള്ള വരുമാന പരിധി വർദ്ധിപ്പിക്കാതെ മരവിപ്പിച്ചു നിർത്തുമെന്നും അതിനോടൊപ്പം ഒരു മാൻഷൻ ടാക്സ് ഏർപ്പെടുത്തിയേക്കാമെന്നുമാണ് കരുതുന്നത്. മന്ദഗതിയിലായ വളർച്ച, കയറുന്ന ഉൽപാദനക്ഷമത, വർദ്ധിച്ചു വരുന്ന പലിശ ചെലവുകൾ, സാമൂഹ്യക്ഷേമ പദ്ധതികൾ വരുത്തിയ പരിഷ്കാരങ്ങളിൽ നിന്നുള്ള തിരിച്ചുപോക്ക് എന്നിങ്ങനെ നിരവധി തിരിച്ചടികളാണ് റിവ്യൂസിന്റെ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഉണ്ടായത്. സ്റ്റാഫോർഡിൽ ഒരു വീട്ടിൽ 2 കുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് അവരെ കൊലപ്പെടുത്തിയെന്ന സംശയത്തിൽ 43കാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാവിലെ 7 മണിയോടെ സ്റ്റാഫോർഡ് കോർപ്പറേഷൻ സ്ട്രീറ്റിലുള്ള ഒരു വീട്ടിലേക്ക് പോലീസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. അവിടെയാണ് 2 കുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജീവൻ അവശേഷിച്ചിരുന്ന മറ്റൊരു കുട്ടിയെ പോലീസ് വാഹനത്തിൽ കൊണ്ടുപോവുകയായിരുന്നു. പാകിസ്ഥാനുള്ള ദമ്പതികളാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. 3 കുട്ടികളാണ് ഇവർക്കുള്ളത്. 10 മാസങ്ങൾക്ക് മുൻപാണ് ഇവരുടെ താമസം ആരംഭിച്ചതെന്ന് അയൽവാസികൾ പറയുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട സ്ത്രീ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ്. മരണമടഞ്ഞ കുട്ടികളുടെ അമ്മ എല്ലാവരുമായി സൗഹൃദത്തിൽ കഴിഞ്ഞിരുന്ന വ്യക്തിയാണ് എന്നാണ് അയൽക്കാർ പറയുന്നത്. എന്നാൽ അടുത്തിടെ വിദേശത്ത് ഒരു ഒഴിവുകാലം ചെലവഴിച്ച് തിരിച്ചെത്തിയ അവർ ആകെ മാറിയിരുന്നെന്നും ആരോട് സംസാരിക്കാതെ ഒറ്റയ്ക്ക് കഴിയുകയായിരുന്നുവെന്നും പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പൊതുജനരോഷം കുറയ്ക്കുന്നതിനായി ബഡ്ജറ്റിൽ നികുതി നിർദ്ദേശങ്ങൾ പരിഷ്കരിക്കണമെന്ന് ചാൻസലർക്ക് ഉപദേശം. നികുതി ഘടനയിൽ തന്നെ അടിസ്ഥാന മാറ്റങ്ങൾ വരുത്തണമെന്നാണ് IFS നിർദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് കൗൺസിൽ ടാക്സ് ഇല്ലാതെയാക്കി അതിനു പകരമായി പ്രോപ്പർട്ടി ടാക്സ് കൊണ്ടുവരുന്നത് പോലുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അവർ പറയുന്നു. അങ്ങനെയായാൽ സർക്കാർ ബ്രിട്ടീഷ് ജനതയെ പിഴിയുകയാണെന്ന തോന്നൽ ഉണ്ടാകില്ല എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. പൊതുധനക്കമ്മി 30 ബില്യൺ പൗണ്ടിലെത്തിയതോടെ അത് നികത്താനുള്ള തത്രപ്പാടിലാണ് ചാൻസലർ റേച്ചൽ റീവ്സ്. വരുന്ന നവംബർ 26 അവതരിപ്പിക്കുന്ന ശരത്കാല ബഡ്ജറ്റിൽ നികുതി വർധന ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ധനികരെയാകും റേച്ചൽ റീവ്സ് ഉന്നം വയ്ക്കുക എന്നാണ് കരുതപ്പെടുന്നത്. അതിനോടൊപ്പം പെൻഷൻ ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കുകയും ഒപ്പം നികുതി ബാധകമായ വരുമാന പരിധി ഉയർത്താതെ മരവിപ്പിച്ചു നിർത്തുകയും ചെയ്യും എന്നും അറിയുന്നു. വിദഗ്ധോപദേശം സ്വീകരിക്കാതെ വീട്ടിൽ വെച്ച് തന്നെ പ്രസവിച്ച യുവതിയും അവരുടെ നവജാത ശിശുവും മരണമടഞ്ഞതായി ഇൻക്വസ്റ്റ് വേളയിൽ വെളിപ്പെടുത്തി. കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു സംഭവം നടന്നത്. ഭർത്താവ് റോബിന്റെയും 2 മിഡ്വൈഫ്മാരുടെയും സാന്നിധ്യത്തിലായിരുന്നു ജെന്നിഫർ കാഹിൽ എന്ന 34കാരി സ്വന്തം വീട്ടിൽ വെച്ച് പ്രസവിച്ചത്.
3 വർഷങ്ങൾക്ക് മുൻപ് മകനെ പ്രസവിക്കുന്ന സമയത്ത് ആശുപത്രിയിൽ നിന്നും വേണ്ടത്ര ശ്രദ്ധയും ചികിത്സയും ലഭിക്കാതെ പോയതായിരുന്നത്രേ അവർ പ്രസവം വീട്ടിലാക്കാൻ നിർബന്ധമാക്കിയത്. എന്നാൽ വേദനാസംഹാരിയുടെ ഫലം കുറഞ്ഞു വന്നതോടെ മാംസപേശികൾ ചുരുങ്ങുകയും അവർ ബോധരഹിതയാവുകയുമായിരുന്നു. ഉടനടി ഭർത്താവ് റോബ് കാഹിൽ ആംബുലൻസ് വിളിച്ച് നവജാത ശിശുവിനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എന്നാൽ വീട്ടിൽ തന്നെയാക്കിയ ഭാര്യ ഗുരുതരാവസ്ഥയിലാണെന്ന വിവരമായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അയാൾക്ക് ലഭിച്ചത്. ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ പ്രസ്റ്റിച്ചിലുള്ള വീട്ടിൽ നിന്നും ഉടൻ ഭാര്യയെയും നോർത്ത് മാഞ്ചസ്റ്റർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ വെച്ച് അവർ മരണമടയുകയായിരുന്നു. നവജാത ശിശു പിന്നെയും 3 ദിവസം കൂടി ജീവിച്ചിരുന്നുവെങ്കിലും 3-ാം ദിവസം മരണമടഞ്ഞു. ദമ്പതികളുടെ 2ാമത്തെ കുട്ടിയായിരുന്നു ഇത്. നേരത്തെ നിശ്ചയിച്ചതിലും മുൻപായി ബോൺഫയർ നൈറ്റോടെ വില്യം രാജകുമാരനും കീറ്റ് രാജകുമാരിയും വിൻസറിലെ പുതിയ വീട്ടിലേക്ക് താമസം മാറുമെന്ന് റിപ്പോർട്ട്. വിൻസർ എസ്റ്റേറ്റിലെ അഡലൈഡ് കോട്ടേജ് ഒഴിഞ്ഞ് അടുത്തുള്ള ഫോറസ്റ്റ് റോഡ്സിലേക്ക് ക്രിസ്മസോടെ മാറാനായിരുന്നു ഇവർ ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ ആ തീരുമാനം മാറ്റിയതോടെ ഇപ്പോൾ വീട് മാറ്റം അതിവേഗമാക്കാൻ ബിൽഡർമാർ രാവും പകലും പണിയെടുക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 180 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന 8 കിടപ്പുമുറികളുള്ള ജോർജിയൻ ബംഗ്ലാവിന് ചുറ്റും ഹോം ഓഫീസിന്റെ അനുമതിയോടെയുള്ള സുരക്ഷാ ഇടനാഴി ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ രാജകുമാരന്റെയും കുടുംബത്തിന്റെയും സാധനങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറ്റുന്ന തിരക്കിലാണ് കൊട്ടാരം ജീവനക്കാർ. നവംബർ 5-ന് അവർ പുതിയ വീട്ടിൽ താമസം തുടങ്ങുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. വില്യമിന്റെയും കേറ്റിന്റെയും മക്കൾക്കും ഇത് ഒരു പുതിയ തുടക്കമാകും. ഇനി നാട്ടിലെ വാർത്തകൾ. ഡൽഹിയിലെ സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ബിടെക് വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചതായി പരാതി. 4 പേർ തന്നെ കൂട്ടബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചതായി 1-ാം വർഷ ബിടെക് വിദ്യാർത്ഥിനി പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞു. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസ് സംഭവത്തിൽ അന്വേഷണം നടത്തിവരികയാണ്. സംസ്ഥാനത്തെ വാഹനങ്ങളിലെ എയർ ഹോൺ കണ്ടെത്താൻ കഴിഞ്ഞ ദിവസം മുതൽ പ്രത്യേക പരിശോധന തുടങ്ങി. ഇന്നലെ മുതൽ ഈ മാസം 19 വരെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രത്യേക പരിശോധന. അനുമതിയില്ലാതെ വാഹനങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള എയർ ഹോണുകൾ കണ്ടെത്തി നിരത്തിലിട്ട് മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ റോഡ് റോളർ കയറ്റി തകർക്കണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിനിടെ അമിതവേഗത്തിലും ഹോണടിച്ചും പാഞ്ഞ ബസ്സുകൾക്കെതിരെ മന്ത്രി ഉടനടി നടപടിയെടുത്തിരുന്നു. ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുകയും ഡ്രൈവർമാരുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതിനു പിന്നാലെയാണ് പുതിയ നടപടി. സ്വർണത്തിന് കേരളത്തിൽ വൻ വർധനവ്. ഇന്ന് മാത്രം 2400 രൂപ 1 പവൻ സ്വർണത്തിന് വർദ്ധിച്ചു. ഇനിയും ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വലിയ തോതിൽ വില കൂടുന്നുണ്ട്. അമേരിക്കയിലെ സാമ്പത്തിക സാഹചര്യമാണ് വിപണിയെ താളം തെറ്റിക്കുന്നത്. ഓൺലൈൻ ട്രേഡിംഗ് കരുത്താർജിച്ചതും സ്വർണ്ണവില ഉയരാൻ കാരണമായി മാറി. സ്വർണത്തിന് മാത്രമല്ല കേരളത്തിൽ വെള്ളിയുടെ വിലയും കൂടുന്നു. ഇന്നലെ 10 രൂപ കൂടിയ പിന്നാലെ ഇന്ന് 5 രൂപ ഗ്രാമിന് വർദ്ധിച്ചു. 190 രൂപയാണ് 1 ഗ്രാം വെള്ളിക്ക് ഇന്നത്തെ വില. ഇങ്ങനെ പോയാൽ ഈ വർഷം സ്വർണത്തിലൂടെ മാത്രമല്ല വെള്ളി ഇടപാടിലൂടെയും വലിയ ലാഭം കൊയ്യാമെന്നാണ് പ്രതീക്ഷ. കേരളത്തിൽ ഇന്ന് 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 300 രൂപ വർദ്ധിച്ച് 11,795 രൂപയായി മാറി. 1 പവന് 94,360 രൂപയും. സ്വർണ്ണവില 95,000 അടുക്കുകയാണ്. ഇന്ന് 1 പവൻ ആഭരണം വാങ്ങുന്നവർക്ക് 1 ലക്ഷത്തിന് മുകളിൽ ചെലവ് വരും. വില കൂടിയിരിക്കെ കുറഞ്ഞ ക്യാരറ്റുള്ള ആഭരണം വാങ്ങുന്നവർക്കും തിരിച്ചടിയാണ്. കാരണം എല്ലാ ക്യാരറ്റുള്ള സ്വർണത്തിനും വില കുതിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്ത് പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും തമിഴ്നാട് കേരള സർക്കാരുകൾക്കും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്കും സുപ്രീം കോടതി നോട്ടീസ്. 130 വർഷം പഴക്കമുള്ള അണക്കെട്ടിന്റെ സുരക്ഷയിൽ ആശങ്ക ഉന്നയിച്ച് സേവ് കേരള ബ്രിഗേഡ് പ്രസിഡന്റ് റസൽ ജോയി സമർപ്പിച്ച ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ എന്നിവരുൾപ്പെട്ട ബെഞ്ച് പരിഗണിച്ചത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യാൻ രാജ്യാന്തര ഏജൻസി പരിശോധന നടത്തണമെന്നാണ് ഹർജിയിലെ ആവശ്യം. മുല്ലപ്പെരിയാർ രാജ്യത്തെ പഴക്കമുള്ള അണക്കെട്ടുകളിൽ ഒന്നാണെന്ന് ചീഫ് ജസ്റ്റിസ് പരാമർശിച്ചു. അണക്കെട്ടിന്റെ കാലപ്പഴക്കം പ്രദേശങ്ങളിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് പേരുടെ ജീവൻ സ്വത്തിനും ഗുരുതര ഭീഷണിയാണെന്ന് ഹർജിക്കാർക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ V ഗിരി വാദിച്ചു. പൊതുജന സുരക്ഷയ്ക്കായി പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കോടതി നിർദ്ദേശിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു. ഇനി സ്പോർട്സ് വാർത്തകൾ. വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പര 2-0 തൂത്തുവാരി ഇന്ത്യ. 2-ാം ടെസ്റ്റിൽ ഫോളോ ഓണിന് വഴങ്ങിയ വിൻഡീസ് 2-ാം ഇന്നിംഗ്സിൽ ഉയർത്തിയ 121 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 7 വിക്കറ്റ് ശേഷിക്ക് മറികടന്നു. ഓപ്പണിംഗ് ബാറ്റർ KL രാഹുൽ അർദ്ധ സെഞ്ചുറി നേടി. 106 പന്തിൽ 5 ബൗണ്ടറിയും 2 സിക്സും ഉൾപ്പെടെ പുറത്താവാതെ 58 റൺസാണ് താരം നേടിയത്. രാഹുലിന് പുറമെ സായ് സുദർശൻ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. വെസ്റ്റ് ഇൻഡീസിനു വേണ്ടി ക്യാപ്റ്റൻ റോസ്റ്റൺ ചേഴ്സ് 2-ഉം ജോമൽ വാരിക്കാൻ 1 വിക്കറ്റും വീഴ്ത്തി. സായ് സുദർശൻ, ക്യാപ്റ്റൻ ശുഭ് മാൻഗിൽ എന്നിവരുടെ വിക്കറ്റാണ് 5-ാം ദിനം ഇന്ത്യക്ക് നഷ്ടമായത്. ഓപ്പണിംഗ് ബാറ്റർ യശസ്വി ജയ്സ്വാളിന്റെ വിക്കറ്റ് നേരത്തെ തന്നെ ടീമിന് നഷ്ടമായിരുന്നു. ഫോർട്ട് ലോഡർഡെയിലിലെ ചേസ് സ്റ്റേഡിയത്തിൽ ഇന്ന് നടക്കുന്ന പ്യൂർട്ടോ റിക്കോയ്ക്കെതിരായ സൗഹൃദ മത്സരത്തിൽ അർജന്റീന ദേശീയ ടീമിനായി ലയണൽ മെസ്സി കളിച്ചേക്കും. വെനസ്വേലയ്ക്കെതിരായ കഴിഞ്ഞ മത്സരത്തിൽ തന്റെ ക്ലബ്ബായ ഇന്റർ മയാമിക്കായി കളിക്കാൻ പോയതിനാൽ മെസ്സിക്ക് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ക്യാപ്റ്റൻ പരിശീലനത്തിൽ തിരിച്ചെത്തിയ കാര്യം കോച്ച് ലയണൽ സ്കലോണി സ്ഥിരീകരിച്ചു. കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഇന്റർ മയാമിക്കായി തകർപ്പൻ പ്രകടനമാണ് 38-കാരനായ മെസ്സി കാഴ്ചവെച്ചത്. അറ്റ്ലാന്റ യുണൈറ്റഡിനെതിരായ MLS മത്സരത്തിൽ ഇന്റർ മയാമി 4-0 വിജയിച്ചപ്പോൾ മെസ്സി 2 ഗോളുകൾ നേടിയിരുന്നു. മത്സരത്തിൽ അദ്ദേഹത്തിന്റെ പങ്കുറപ്പിക്കുന്നതിന് മുൻപ് മെസ്സിയുടെ കായികക്ഷമത വിലയിരുത്തുമെന്നും സ്കലോണി സൂചിപ്പിച്ചു. സുരക്ഷ, ലോജിസ്റ്റിക് കാരണങ്ങളാൽ ആദ്യം ഷിക്കാഗോയിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിരുന്ന വേദി പിന്നീട് ഫോർട്ട് ലോഡർഡെയിലിലേക്ക് മാറ്റുകയായിരുന്നു. സ്വന്തം നാട്ടിൽ കളിക്കുന്ന പ്രതീതി നൽകും.
ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 118.13 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.